പിന്നെ രഞ്ജിത്തിനെ മനസ്സിലാക്കാൻ ഞാൻ കുറച്ച് വൈകി പോയല്ലോ എന്ന് ചിന്തിക്കുകയായിരുന്നു. ഓക്കെ, സ്റ്റാർട്ട്. ആ പിന്നെ എനിക്കങ്ങനെ മദ്യം മാത്രമായിട്ടൊരു ഏർപ്പാടില്ല. പിന്നെ മദ്യപിക്കുമ്പോൾ അതിനൊരു താളം വേണ്ടേ? അതിനു വേണ്ട സാധനങ്ങളൊക്കെ ചുറ്റും നിരന്നിരുന്നെങ്കിൽ അതിനൊരു വൈബ് ഉണ്ടായിരുന്നു. ജസ്റ്റ് എ മിനിറ്റ്. മോള് വന്ന അയ്യോ ഫോൺ ബെല്ലടിക്കുന്നു, നോക്കട്ടെ. അയ്യോ മോളെ സൂര്യ സാറാണല്ലോ വിളിക്കുന്നത്, എന്തായിരിക്കും? രാജോട്ടെ സ്പീക്കറിലിട്ടെ, എന്താ പറയുന്നെന്ന് കേൾക്കല്ലോ. ഓ ശരി മോളെ. ഹലോ സാറേ. ആ രാജോട്ടാ, നന്ദിനി തന്റെ അടുത്തുണ്ടോ? ഇല്ല സാറേ, എന്താ? അതെ, എനിക്കൊരു ഓംലെറ്റ് വേണം. നല്ല കുരുമുളകൊക്കെ വിതറി 2 സൈഡ് നന്നായിട്ട് വേവിച്ച് നല്ല ഡ്രൈ ആയിട്ട് ഉണ്ടാക്കിക്കൊണ്ടോ. എന്തിനാ സാറേ? ആ ഓംലെറ്റ് എന്തിനാടോ? കഴിക്കാൻ വേണ്ടി. അല്ല സാർ ഈ സമയത്ത് ഓംപ്ലേറ്റ് ചോദിക്കുന്നത് വേറെ ഉദ്ദേശത്തോടെയാണല്ലോ. അതെ, താനെ പറഞ്ഞ കാര്യം അങ്ങോട്ട് ചെയ്താൽ മതി. കൃത്യമായിട്ട് നന്ദിനി അറിയാതെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി, കേട്ടല്ലോ. സാറേ, താനായിട്ട് നന്ദിനിയോട് എന്തെങ്കിലും പറഞ്ഞ അറിയാലോ എന്റെ സ്വഭാവം. അവിടെ നിന്നായിക്കോട്ടെ, ചെല്ല്, ഞങ്ങൾ കാത്തിരിക്കുക. ശരി സാറേ. രാജോടെ ഇപ്പൊ കൊണ്ടുവരും സൂര്യ സ്പെഷ്യൽ. എന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതുവരെ നമുക്ക് സംസാരിച്ചുകൊണ്ടിരിക്കാം. എന്താ? ഓക്കെ, വാ. മോളെ, ഇതിൽ വല്ല കുഴപ്പമുണ്ടോ? രഞ്ജിത്ത് സാറ് മദ്യപിക്കില്ല, അത് 100% ഉറപ്പാ. ഇനി സൂര്യ സാറ് കുടിക്കോ? സാറിന്റെ പറച്ചില് കേട്ടിട്ട് സംഗതി കുഴപ്പമാണെന്നാ എനിക്ക് തോന്നുന്നത്. എന്തായാലും രാജേട്ടൻ ഓംലെറ്റ് ഉണ്ടാക്ക. സാറ് പറഞ്ഞതുപോലെ തന്നെ. എന്നിട്ട് ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം. അയ്യോ മോളെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ ശരിയാക്കുന്ന പറഞ്ഞിരിക്കുന്നത്. അത് കുഴപ്പമൊന്നുമില്ല, രാജേട്ടൻ പെട്ടെന്ന് അത് ഉണ്ടാക്ക. ഞാൻ സവാളയും മുളകും എടുത്തിട്ട് വരാം. ക്ഷീണുണ്ടോ? കുറച്ച്, പക്ഷെ വലിയ കുഴപ്പമില്ല. ഉദയ്, ഞാൻ പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത്. വലിയ പ്രതീക്ഷകളോടുകൂടിയാ നമ്മൾ ഇങ്ങോട്ട് വന്നത്. പക്ഷേ വന്നു കഴിഞ്ഞപ്പോ ഉണ്ടായ സംഭവങ്ങളെല്ലാം കൂടി വെച്ച് നോക്കുമ്പോ എനിക്കെന്തോ ഒരു വല്ലായ്മ തോന്നുന്നുണ്ട്. ടേക്ക് ഇറ്റ് ഈസി വന്നനാ. നമ്മൾ ഇത്രയും നാൾ ജീവിച്ച അമേരിക്കയിലല്ലേ? അവിടെ നമ്മൾ മാത്രമാ. നമ്മുടെ ഒരു ഇഷ്യൂസിൽ പോലും ഇടപെടാൻ ബന്ധുക്കളോ നാട്ടുകാരോ ആരുമില്ല. നാട്ടിലെത്തുമ്പോ അത് മാറും. എവരിവൺ ഈസ് കണക്റ്റഡ്. അതിന്റെ സന്തോഷവും ഉണ്ടാവും, അതിൻ്റെതായ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. അത് മനസ്സിലാക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. രഞ്ജിത്ത് എവിടെ? രഞ്ജിത്ത് ടെറസിലുണ്ട്, സൂര്യയുടെ കൂടെ. ഓ, സൂര്യയോട് കാര്യമായിട്ട് എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു പോയതാ. സംസാരിക്കട്ടെ. മനസ്സിലുള്ള ചെറിയ ചെറിയ ഇഷ്യൂസൊക്കെ അങ്ങില്ലാതാവട്ടെ. വേദ രഞ്ജിത്തിന്റെ ഭാര്യയായി കഴിഞ്ഞാല് മുന്നോട്ടുള്ള കാര്യങ്ങള് അവരല്ലേ തീരുമാനിക്കേണ്ടത്. നമ്മളൊക്കെ ഇനി റിട്ടയർ ആകില്ലേ? ഫാമിലി ലൈഫിൽ നിന്ന് റിട്ടയർമെന്റ് ഉണ്ടോ? അതില്ല. പക്ഷേ
എന്നാലും കാര്യങ്ങളൊക്കെ പതിയെ പതിയെ അവർക്ക് വിട്ടുകൊടുത്തല്ലേ പറ്റൂ. നിശ്ചയത്തിന് മുന്നേ രഞ്ജിത്തും സൂര്യയും തമ്മിൽ നല്ല സൗഹൃദമാകണം. അതാണ് എന്റെ ആഗ്രഹം. ഒരു തരത്തില് നോക്കിയാ സൂര്യ മാത്രം കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ. പത്മയുടെ ഭാഗത്തും ഉണ്ട് തെറ്റ്. ഞാൻ നിന്നോടത് നേരത്തെ പറഞ്ഞില്ലേ, താൻ ഇങ്ങനെ സംസാരിക്കുന്നത് നമ്മൾ ഇങ്ങോട്ട് വന്നുകൊണ്ട് മാത്രമല്ലേ. നമ്മൾ അവിടെ ജീവിച്ചിരുന്നപ്പോ ഇതിന്റെ വല്ല ടെൻഷനും അറിഞ്ഞിരുന്നു. തൽക്കാലം അവര് തമ്മിലുള്ള പ്രശ്നത്തിന് നമ്മൾ ഇടപെടാതിരിക്കുക. നമ്മൾ വന്ന കാര്യം നടത്തുക, തിരിച്ചു പോവുക, അത്രയേ ഉള്ളൂ.